ഹലോ ഹായ് എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് മലയാളം മൂവിയാണ്. മലയാള മൂവിയെക്കുറിച്ച് റിവ്യൂയിലോട്ട് പോകുമ്പോൾ നമുക്ക് മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിലായി തന്നെ സംസാരിക്കാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇതിലോട്ട് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. കാരണം കൂടുതലായി പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ ശരിയുമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപണങ്ങൾ ഒരുപാട് നടന്മാരിലായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ ഉള്ളതാണ് പുതിയൊരു നടപടികൾ, അല്ലെങ്കിൽ അത് അവർക്കെതിരെയാണ് ഒരുപാട് താരങ്ങളുടെ പേരുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത താരങ്ങളുടെ പേര് പോലും ശരിക്കും ഞെട്ടലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഈ മലയാള സിനിമ ഉണ്ടായിരുന്ന കാലം അന്നും ഇന്നും ഇപ്പോഴും എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റും ശ്രീവിഷയം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരൊന്നും പുറത്ത് പറയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊരു പ്രത്യേകത, അന്ന് നടന്ന കാര്യം ഏകദേശം 18-20 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴാണ് ചിലർക്ക് ബുദ്ധിപരമായിട്ടും എന്താ പറയുക ഒരു ശക്തി ആർജിച്ചിട്ടാണ് ഒരു തുറന്ന് പറയാൻ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരു മറുഭാഗക്കാർ പറയുന്നു. ചിലവർ തെളിവില്ലാതെ വെറുതെ വീഡിയോയ്ക്ക് മുമ്പിൽ പറഞ്ഞു പോകുന്നു, മറ്റൊരു തെളിവ് സഹിതം ഉണ്ടാക്കി പറഞ്ഞു പോകുന്നു. ചിലവരുടെ എങ്ങനെയാണ് മുന്നത്തെ ഇമേജ് എന്ന് പോലും മറികടന്നുകൊണ്ടും ചിലരും കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നു അവസരങ്ങൾ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും പണം പ്രസക്തിയൊന്നും ഇല്ലാതിരിക്കാൻ അത് വീണ്ടും വീഡിയോയ്ക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ ഉള്ള അതിന് വേണ്ടിയിട്ടാണെന്ന് മറ്റു ചിലർ പറയുന്നു. പലരും എന്താ പറയുക വ്യക്തമായി തന്നെ ആരും മറുപടി ആരും പ്രതികരിക്കുന്നില്ലതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖർ എന്ന് പറയുമ്പോഴും ആരാണ് ഈ പ്രമുഖർ എന്നുള്ള ചോദ്യത്തിന് മട നിൽക്കുന്നു. സൂപ്പർ സ്റ്റാറുകൾ അടക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. പല പേരുകളും പറയുന്നില്ല. ചിലത് സത്യമായിരിക്കും, ചിലത് സത്യമായിരിക്കില്ല എന്ന ഒറ്റ കാര്യമുള്ളൂ. ഏതൊരു കാര്യം എന്താ പറയുക അധിക കാലം മൂടി വയ്ക്കാൻ പറയില്ല. സത്യമാണെങ്കിൽ അത് പുറത്ത് തന്നെ വരും, പുറത്ത് തന്നെ വരിക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതെന്നാലും അത് എത്രയൊക്കെ മൂടി വെച്ചാലും എന്താ പറയുക നാളെ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ തുറക്കപ്പെടും. അതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. അതെപ്പോഴും നേരായുള്ള കാഴ്ച തന്നെയാണ്. അത് എത്രയൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് പുറത്തോട്ട് തന്നെ വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മലയാള സിനിമ സ്ട്രീ എന്താ പറയുക ഇനി മാറ്റങ്ങൾ തുടക്കമാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇത്ര താരങ്ങൾ കാണുമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് താരങ്ങൾ ലിസ്റ്റിൻ്റെ പേരൊക്കെ നമ്മുടെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സിദ്ദിഖ്, അതുപോലെ തന്നെ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, ബാബുരാജ്, ജയൻ തേത്തല, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇപ്പോൾ പുതിയ ഡയറക്ടർമാരുടെ പേരൊക്കെ വന്നിട്ടുണ്ട്. തുളസിദാസ്, VK പ്രകാശ് തുടങ്ങിയ ഒരുപാട് താരങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക നമുക്കൊന്നിനും തെളിവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും എന്താ പറയുക സത്യമാണെന്ന് വിശ്വസിക്കാതെ വേറെ വഴിയോ കാര്യങ്ങളൊന്നും പുറത്ത് ആരും വിടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കിടപ്പ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. ഈ നിലയ്ക്കാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് കണ്ട് തന്നെ അറിയണം കോശി എന്ന് പറഞ്ഞൊരവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന നമ്മുടെ പേര് താനാര എന്നാണ് നമ്മുടെ പേര്. അത് ഈ പടം കണ്ടിറങ്ങുമ്പോൾ താനാരെന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. ഹരിദാസാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കടന്ന് മേജിക് ലാമ്പ്, ഇന്ദ്രജിത്ത്, CI മഹാദേവൻ, 5 അടി 6 ഇഞ്ച്, കഥാസംവിധാനം കുഞ്ചക്കോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം പലതും വിജയിച്ചു, കുറേയൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി. അപ്പം നീണ്ട കുറേ കാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകണം. അതും റാഫിയാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ റാഫിയെ കുറിച്ച് അറിയാലോ, കോമഡിയുടെ ഒരു രാജകുമാരൻ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന വ്യക്തിയാണ് റാഫി. അപ്പോൾ റാഫിയുടെ കോമഡി വർക്കൗട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥയില്ല. ഇനി നമുക്കിതിൻ്റെ കാസ്റ്റിംഗ് നോക്കാം. കാസ്റ്റിംഗ് നോക്കി ഷൈൻ ടോം ചാക്കോ, ദീപ്തി സതി, V ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്, നമ്മുടെ ചിന്നു ശാന്തിനി തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗാണ് നേടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ താനാരിലെ സ്റ്റോറി ആയിട്ട് മെയിനായിട്ട് ഇല്ല എന്നാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം എന്തൊക്കെയോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷെ അതിലോട്ട് എത്തുമ്പോൾ യാതൊരു വിധത്തിലൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ടൈറ്റിലൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ടൈറ്റിൽ എഴുതി കാണിച്ചത്. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള പശ്ചാത്തലമാണെങ്കിലും പുറത്ത് പ്രവർത്തിച്ച വ്യക്തികളുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ട് ഫുൾ മലയാളമാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പദമൊന്നും വരെ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഫുൾ മലയാളത്തിൽ, അതായത് രചന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ നമ്മുടെ ഷൈനും ചാക്കോയെ കുറിച്ചുള്ള ഒരു ഡ്രൈവിംഗ് വെച്ചുള്ള സീനാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആൾ എന്തൊക്കെയോ വലിയൊരാളാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ എന്തോ സ്ത്രീ വിഷയം ഉണ്ടാകുന്നു, അതിനൊരു ഭയങ്കര ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കം ഞാൻ വിചാരിച്ചു സംഭവം കൊള്ളാമല്ലോ എന്നുള്ള നിലയ്ക്കായിരുന്നു എൻ്റെ തുടക്കം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദർശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഷൈൻ ടോം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് MLA ആണ്. അപ്പോൾ ആ കഥാപാത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. തുടക്കത്തിൽ ഒരു ഏകദേശം 5 മിനിറ്റ് ഡബ്ബിങ്ങൊക്കെ നല്ല ക്ലിയർ ആയി പോകുന്നുണ്ട്. അതിനുശേഷം അജു വർഗീസിന് ഇൻട്രോ കാണിച്ചിട്ടുള്ളത്. അതായത് അജു വർഗീസിൻ്റെ പേര് എന്താ ജെയിംസ് എന്നാണ്, ജെയിംസ് ബോണ്ട് എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഒരു പോലീസ് ഓഫീസറാണ്.
അതിലോട്ട് നേരെ വിഷ്ണു ഉണ്ണികൃഷ്ണ കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേര് ലാസ്റ്റാണ് വെളിപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഒരു ഇതിലൊരു പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദീപ്തി സതി ഒരു മോഡൽ വേഷമാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ കഥാപാത്രത്തിൽ. അപ്പോൾ ഈ 4 കഥാപാത്രങ്ങളും കൂടി എങ്ങനെയാണ് ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പിന്നെ കണ്ടന്റ് പറയുകയാണെങ്കിൽ അവിഹിതം വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അവിടെ തിരിഞ്ഞാലും പോകുന്നൊരു അവിഹിതം. കാരണം ഒരു കോൺവേവ് ആണ്, ഇവിടുന്ന് അങ്ങോട്ട് അവിഹിതം, അവിടുന്ന് ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് ഈ എല്ലാ അവിഹിതക്കാരും കൂടിയിട്ട് ഒരു വീട്ടിലെത്തിപ്പെടും. അതാണ് എൻ്റെ സ്റ്റോറി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പടങ്ങളിലൊക്കെ അതേ രീതി തന്നെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള കോമഡി ഒന്നും വർക്കൗട്ട് ആവാൻ ശ്രമിച്ചില്ല. കാരണം പണ്ടത്തെ ഒരു കഥയാണ്, 90കളിലെ കാലഘട്ടത്തിലൊക്കെ കണ്ട് പറഞ്ഞിട്ടുള്ള അതേ കഥയൊക്കെ വീണ്ടും എടുത്തു വന്നിട്ടുണ്ട്. വൻ അസഹനീയമായിട്ടുള്ള അവസ്ഥയെന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ കുറച്ച് സീൻസൊക്കെ കൊള്ളാമായിരുന്നു, പിന്നീട് വീണ്ടും ഭയങ്കര ഡൗൺ ആയിപ്പോയി. എനിക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനെ കുറച്ച് സീൻസും കാര്യങ്ങളും മോശം പരിപാടിയും കാര്യങ്ങളും കൊള്ളാമായിരുന്നു. ആള് സെറ്റായിട്ട് തന്നെയാണ് ആളെ ചില സീൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം മദ്യപിക്കുന്ന സീനാണെങ്കിലും ആളുടെ പ്രകടനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഷൈൻ ടോം ചാക്കോ ദീപ്തി സതി തമ്മിലുള്ള കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. പണ്ടേത തുണ്ടുപടത്തിലുള്ള കുറേ ഡയലോഗ് കുത്തിവെച്ച എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നി. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവായി തോന്നുന്നില്ല. കാരണം ഒരു 2 പേരും കൂടി ഒരു വീട്ടിലോട്ട് എത്തുന്നു, അവിടെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഉണ്ടാകുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൽ ഓരോ കഥാപാത്രം കടന്നു വരുന്നുണ്ട്. നമ്മുടെ വെട്ടം സിനിമ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. കാരണം അതിലോട്ട് തന്നെ ഒരുപാട് കഥാപാത്രം കടന്നു വരുന്നു. പിന്നീട് ലോക്കാക്കുന്നു, അങ്ങനെ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. അതായത് തൻ്റെ ഫാമിലി അറിയാണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അത് കാരണം ഫുള്ള് അവിഹിതമായ ഒരു കഥ. പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള കഥയൊക്കെ ഉണ്ടെന്നൊക്കെ ആരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ശക്തമായിട്ടുള്ള ഒരു തേങ്ങ കൊല ഇതിലില്ല, ഒരു കഥയൊന്നും ഇല്ല. കാരണം അവിഹിതമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഫാമിലി എങ്ങനെയാണ് ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ലാസ്റ്റ് എന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ്റെ ഒരു അവിഹിത കഥ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ ഷൈൻ ടോം ചാക്കോ അവിടെ തുടക്കമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഇന്റർവ്യൂ തൊട്ട് മുമ്പ് ഒരു തോക്കും പിടിച്ചിട്ട് അയാൾക്ക് സുസ് എന്തൊക്കെയോ വിളിച്ച് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ അസ്നേഹമായിട്ടാണ് എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, സഹിക്കാൻ പറ്റില്ല, തലവേനെടുത്തു. അതിനോട്ട് കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി ദീപ്തി സത്യയുടെ മികച്ച ഒരു മെയിൻ പ്രശ്നമല്ലാതെ വേറെ ഒന്നും ചിത്രത്തിലില്ല. കാരണം അവരെ കൊണ്ടൊന്നും ചെയ്യാനുണ്ടാകുന്നില്ല പടത്തിൽ. കുറേ ഇംഗ്ലീഷും കുറേ ഡയലോഗും റിയലി എന്നുള്ള പരിപാടിയും ഞാനൊക്കെയാണ് ദീപ്തി സതി ചെയ്തിട്ടുള്ള വേഷം. പ്രത്യേകിച്ചൊന്നുമില്ല, ഗംഭീരമായിട്ട് തന്നെ വെറുപ്പിച്ചു. അതിനിടയ്ക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു കുറച്ച് ആശ്വാസമായിട്ട് തോന്നിയത്. ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും അജു വർഗീസ് വരുന്നുണ്ട്. ഇന്റർവെല്ലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, പണ്ടത്തെ ചളി വാരി എറിഞ്ഞിട്ടൊരു ഇന്റർവെല്ലാന്ന് തോന്നാത്ത താൻ ആരാ എന്ന് ചോദിച്ചാൽ ഇന്റർവെല്ല് കൊടുത്തിട്ടുള്ളത് ഹൂ ആർ യു എന്നാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്റർവെല്ല്. അതും ഭയങ്കര എന്താ പറയുക, വൻ അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പടം, ഒരു അവിഞ്ഞ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. കാരണം എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം. പക്ഷെ ഇന്റർവ്യൂ ശേഷം എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴും ഈ ഷൈൻ ടോം ചാക്കോൻ്റെ വട്ട് കൂടിയെന്നല്ലാതെ യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല. കാരണം ഡബ്ബിങ് മൊത്തത്തിൽ വൻ പോരായ്മയായിരുന്നു. ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് ജീവിതത്തിൽ അതേപോലെ തന്നെയാണ് പടത്തിലും കാണിച്ചു വെച്ചത്. കാരണം ഡബ്ബിങ് ഒന്നുമില്ല, എന്തൊക്കെയോ വന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതിന് കട്ടയ്ക്ക് പഠിക്കാൻ വേണ്ടി ദീപ്തി സതി, ഇപ്പോൾ തന്നെ ഇടയ്ക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വൈഫായിട്ട് വരുന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. അവരെ പേരറിയില്ല, നല്ല രീതിയിൽ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഓരോ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് അജു വർഗീസ് കയറി വരുന്നു, ചിന്നു ചാന്ദിനി. കാരണം മുൻ പടത്തിൽ വെച്ച് എനിക്ക് തോന്നുന്നു അവരെ കയറിയാൽ തന്നെ വളരെ മോശമായിട്ട് പ്രകടനം കാഴ്ചവെച്ചത്. ഒരു പക്ഷേ ഈ ചിത്രമായിരിക്കും. ഒട്ടും തന്നെ ചേരാത്തൊരു വസ്ത്രധാരണയും അതുപോലെ തന്നെ എന്താ പറയുക, ഡയലോഗും ഒരു ആപ്റ്റ് ആവുന്നില്ല. അജു വർഗീസിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാനുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എടുത്ത് പറയുന്നില്ല, എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള തരത്തിലായിരുന്നു. ലാസ്റ്റ് എങ്ങനെയും ഇത് കൊണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിലായി. കാരണം ഈ താനാര എല്ലാ താനാരെയും കൂടി ഒന്നിച്ചിട്ട് ഒരു അവിൽമിലുക്ക് പരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ലാസ്റ്റ് എല്ലാവരും കൂടി കൂട്ടത്തിൽ കൂടി ഒരു ബോംബ് പൊട്ടിച്ച അവസ്ഥയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ തോന്നിയത്. അപ്പോൾ അവർക്ക് എങ്ങനെയും ഈ പടം അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു പുതിയ ടിസ്റ്റ് കൊണ്ടുവന്നു. അവസാനം പഴയ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള അതേ ക്ലൈമാക്സ് ഒക്കെ ജനിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ സീൻസും എല്ലാവരും കൂടി കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്, ഒരു പൊട്ടിച്ചിരി. അങ്ങനെ പടം അവസാനിക്കും ശുഭം. അപ്പോൾ താനാരെ കണ്ടപ്പോൾ എനിക്ക് വെരി വേസ്റ്റ് ഫിലിം ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു തരത്തിൽ പോലും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല സീൻസും തോന്നിയില്ല, അരോചകമായി തോന്നി. കാരണം അവിഹിതം ഒരു അസ്നേഹനീയമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒട്ടും തന്നെ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള പല സീൻസ് ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നു. ഐ വിൽ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്കൂടെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടിട്ടായില്ല ചിത്രം. അത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ചിരിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമാളി തരങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ട്.
ഒരു പരിധി വരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കോമഡി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ചെറു പുഞ്ചിരി ചിരിച്ചു, അല്ലാതെ വേറൊരു തരത്തിലും ഒന്നുമില്ല. എന്തൊക്കെയോ വന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു കോപ്രായ തരങ്ങൾ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു കോമാളിപ്പടം, കാരണം പ്രേക്ഷകരെ കോമാളിയാക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ലാസ്റ്റ് വന്നത്. ലാസ്റ്റ് ഫുള്ള് അവിഹിതത്തിൻ്റെ ഒരു കളി തന്നെയാണ് മുന്നോട്ട് പോലെ. അവിടെ നോക്കിയ അവിഹിതം, അവിടെ നിന്ന് ഇവിടുന്ന് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്കെന്ന് പറഞ്ഞ പോലെ തന്നെ ഫുള്ള് അവിഹിതത്തിൻ്റെ ഒരു കളി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ഫിലിം എന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ മാത്രം അഭിപ്രായമാണ്, വീണ്ടും ഞാൻ പറയാണ് വീണ്ടും. അപ്പോൾ താനാരെ കുറിച്ച് കാണാൻ താല്പര്യമുള്ളത് സ്വയം റിസ്കിലൊന്ന് കണ്ടു നോക്കുക, എൻ്റെ അഭിപ്രായം എത്രേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, താനാരെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയും പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും മറ്റൊരു പുതിയ റിവ്യൂ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.